വിദ്യാഭ്യാസ മികവിന് ആദരവും നേട്ടങ്ങൾക്ക് അംഗീകാരവുമായി മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ 42ാമത് എക്സലൻഷ്യ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന്റെ പ്രത്യേക ആകർഷണമായി. മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ 42ാമത് എക്സലൻഷ്യ 2026 മെറിറ്റ് ഡേ ആഘോഷം വിപുലമായ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടാണ് സംഘടിപ്പിച്ചത്. കെ.ഇ. കാർമൽ CMI സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ആലപ്പുഴ MLA A.D. തോമസ് നിർവഹിച്ചു. സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് വെറുപ്പ് സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു വലിയ ഇരുണ്ട കാലഘട്ടത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെയാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയുടെ പ്രാധാന്യം. ഇന്ന് നമ്മൾ നോക്കണം, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, എന്തിന് സ്കിന്നിൻ്റെ നിറത്തിൻ്റെ പേരിൽ പോലും മനുഷ്യനെ മാറ്റി നിർത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഏത് നൂറ്റാണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴും ഇങ്ങനെയുള്ള അനീതികളും അസമത്വങ്ങളും നമ്മുടെ സമൂഹത്തിൽ തുടരുകയാണ്. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും NMMS സ്കോളർഷിപ്പിന് അർഹരായവരെയും അനുമോദിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ഫാദർ ചാക്കോ ആക്കാത്ര CMI അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് വിഭാഗം മേധാവിയും മദർ തെരേസ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ പ്രിൻസ് PR, MLA A.D. തോമസ് എന്നിവർക്ക് ആദരവ് നൽകി. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ലൂക്ക ചവറ CMI മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് അധ്യാപകൻ അനിൽ മാത്യു, PTA പ്രസിഡന്റ് റെജിമോൻ, മുഹമ്മ വാർഡ് മെമ്പർ സുനീഷ് ഷാജി, ഫാദർ സനീഷ് മാവേലിൽ CMI എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്കും കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം നമുക്ക് പല വിദ്യാഭ്യാസ മേഖലകളുണ്ടാവും. സ്കൂളുണ്ടാവും, കോളേജ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള വിദ്യാഭ്യാസ മേഖലകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ സ്കൂളെന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ വികസിക്കുന്നത്, നമ്മളൊരു മനുഷ്യനായി മാറുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ആ വാല്യൂസും വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും പോകുന്നത്, അല്ലേ?